ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ. ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായവുമായി വന്നിരിക്കുകയാണ്. മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ജനനനിരക്ക്, മരണനിരക്ക്, ആശ്രയത്വ നിരക്ക്, കുടിയേറ്റം. ഇന്ന് നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം. ആൻസർ ആശ്രയത്വ നിരക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനവ വിഭവത്തിന്റെ ഗണപരമായ സവിശേഷതയിൽ ഉൾപ്പെടുന്നത് ഏത്? വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം, ആരോഗ്യ പരിപാലനം, ജനസാന്ദ്രത. ആൻസർ ജനസാന്ദ്രത. ക്വസ്റ്റ്യൻ നമ്പർ 3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനവ വിഭവത്തിന്റെ ഗുണപരമായ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏത്? ജനസാന്ദ്രത, ജനസംഖ്യ വളർച്ച, സാക്ഷരതാ നിരക്ക്, ആശ്രയത്വ നിരക്ക്. ആൻസർ സാക്ഷരതാ നിരക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ആൻസർ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആശ്രയത്വ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് ഏത്? 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ, 18 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ, 5 വയസ്സിനും 9 വയസ്സിനും ഇടയിൽ, 21 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ. ആൻസർ 5 വയസ്സിനും 9 വയസ്സിനും ഇടയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 6. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സർവശിക്ഷ അഭിയാന്റെ അഥവാ SSAന്റെ ലക്ഷ്യം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 7. ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഒരു പ്രദേശത്ത് ജനസംഖ്യ കുറയുന്ന 2 സാഹചര്യങ്ങൾ എഴുതുക. ആൻസർ ജനനനിരക്ക് കുറയുമ്പോഴും മരണനിരക്ക് കൂടുമ്പോഴും ജനസംഖ്യ കുറയുന്നു. കുടിയേറ്റം ഒരു പ്രദേശത്ത് ജനസംഖ്യ വർദ്ധിക്കുകയും മറ്റൊരു പ്രദേശത്ത് കുറയുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. ജനസംഖ്യാശാസ്ത്രം, ജനസംഖ്യ കണക്കെടുപ്പ് എന്നിവ വിശദമാക്കുക. ആൻസർ ജനസംഖ്യ, അതിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം. ജനസംഖ്യാശാസ്ത്രത്തിൽ വിശകലനം ചെയ്യുന്നത് ജനസംഖ്യ, അതിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്നു. ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായം, സ്ത്രീ പുരുഷൻ, സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്നതാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 9. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം ഉറപ്പുവരുത്തുന്നതിനായി 2009 പാസാക്കിയ നിയമം ഏത്? ആൻസർ വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ക്വസ്റ്റ്യൻ നമ്പർ 10. ചുവടെ കൊടുത്തിരിക്കുന്ന മാനവ വിഭവത്തിന്റെ സവിശേഷതകളെ ഗണപരം, ഗുണപരം എന്നിങ്ങനെ തരംതിരിക്കുക. വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം, മരണനിരക്ക്, ജനസാന്ദ്രത, ആരോഗ്യ പരിപാലനം, സ്ത്രീ പുരുഷ അനുപാതം. ഇനി നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം. ഗണപരമായിട്ടുള്ളവ മരണനിരക്ക്, ജനസാന്ദ്രത, സ്ത്രീ പുരുഷ അനുപാതം എന്നിവയും ഗുണപരമായിട്ടുള്ളത് വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം, ആരോഗ്യ പരിപാലനം എന്നിവയുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഡയഗ്രാം വിശകലനം ചെയ്ത് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇതാണ് ഡയഗ്രാം. എ ക്വസ്റ്റ്യൻ. 15 to 59 വയസ്സ് വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനം? ആൻസർ 62.5%. ബി. ആശ്രയത്വ വിഭാഗത്തിൽപ്പെടുന്നവർ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനം? ആൻസർ 37.4%. ക്വസ്റ്റ്യൻ നമ്പർ 12. തൊഴിൽ പങ്കാളിത്ത നിരക്കും ആശ്രയത്വ നിരക്കും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തമാക്കുക. ആൻസർ തൊഴിൽ പങ്കാളിത്ത നിരക്ക് വർദ്ധിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതിയെ സഹായിക്കുന്നു. ആശ്രയത്വ നിരക്ക് വർദ്ധിക്കുന്നത് ആളോഹരി വരുമാനം കുറയുന്നതിന് കാരണമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക, തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതി ഏത്? ആൻസർ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. ക്വസ്റ്റ്യൻ നമ്പർ 14. വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും മാനവ വിഭവശേഷി വികസനത്തിൽ വഹിക്കുന്ന പങ്ക് വിശദമാക്കുക. അതിൽ വരേണ്ട പ്രധാന പോയിന്റുകളാണ് വിദ്യാഭ്യാസം വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു, അതുപോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭ്യമാക്കുന്നു, വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നു. ഇതിലേതെങ്കിലും 2 പോയിന്റ് എഴുതണം. ഇനി ആരോഗ്യ പരിപാലനം മാനവ വിഭവശേഷി വികസനത്തിൽ വഹിക്കുന്ന പങ്ക് മനസ്സിലാക്കാം.
അതിനുള്ള 2 പോയിന്റുകളാണ്: ശാരീരികവും മാനസികവുമായ സുസ്ഥിതി ഉണ്ടാക്കുന്നു, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15. വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവ എന്തെല്ലാമാണെന്ന് എഴുതുക. ആൻസർ: വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ്, ഗുണനിലവാരക്കുറവ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ആരോഗ്യ പരിപാലനത്തിനായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ, ചികിത്സാ രംഗത്ത് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ലിസ്റ്റ് ചെയ്യുക. ആൻസർ: ആരോഗ്യ പരിപാലന സൗകര്യങ്ങളിൽ ഉൾക്കൊള്ളുന്നത് പോഷകാഹാര ലഭ്യത, ശുദ്ധജല ലഭ്യത, രോഗപ്രതിരോധ സംവിധാനങ്ങൾ, ശുചിത്വ പരിപാലനം, ചികിത്സാ സൗകര്യങ്ങൾ, വിശ്രമവും വിനോദവും ഉറപ്പുവരുത്തൽ, ആരോഗ്യകരമായ പരിസ്ഥിതി. സ്ഥാപനങ്ങളിൽ ഉൾക്കൊള്ളുന്നത് മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 17. ആരോഗ്യമുള്ള വ്യക്തികൾ രാജ്യപുരോഗതിയിൽ പങ്കാളികളാവുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. അതിൽ ഉൾക്കൊള്ളിക്കേണ്ട പ്രധാന പോയിന്റുകളാണ്: ആൻസർ: തൊഴിൽ ദിനങ്ങളുടെ എണ്ണവും കാര്യക്ഷമതയും വർദ്ധിക്കുന്നു, പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കുന്നു, ചികിത്സാ ചെലവ് കുറയുന്നതിലൂടെ സർക്കാരിന്റെ ചിലവ് കുറയുന്നു, ഉൽപാദന വർധനവിലൂടെ സാമ്പത്തിക വികസനം സാധ്യമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 18. എ കോളത്തിനോട് യോജിച്ചവ ബി കോളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതുക. നേരെ നമുക്ക് ആൻസറും ഒപ്പം നോക്കാം. എ. സംയോജിത ശിശു വികസന സേവന പരിപാടി അഥവാ ICDS. അത് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ളതാണ്. സർവശിക്ഷ അഭിയാൻ അഥവാ SSA. അത് സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളതും. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ അഥവാ RMSA. അത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ളതുമാണ്. രാഷ്ട്രീയ ഉച്ചതല ശിക്ഷ അഭിയാൻ അഥവാ RUSA. അത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ളതും. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളതുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. വിദ്യാഭ്യാസം, അതിനു താഴെയുള്ള ഫില്ല് ചെയ്യണം. അവിടെ വേണ്ടത് വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു. അതിനു താഴെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു. അതിനു താഴെ 2 പോയിന്റുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതാണ്: 1. മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാവുന്നു, ജീവിത നിലവാരം ഉയരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 20. പദസൂര്യൻ പൂർത്തിയാക്കുക. മെച്ചപ്പെട്ട മാനവവിഭവം. അതിൽ ഉൾക്കൊള്ളേണ്ട പോയിന്റുകളാണ്: തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ വികസനവും ഉപയോഗവും സാധ്യമാക്കാം, സംരംഭകത്വം മെച്ചപ്പെടുത്താൻ, സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താം, സാമ്പത്തിക അന്തരം കുറക്കാൻ, പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21. തൊഴിൽ പങ്കാളിത്ത നിരക്ക് കുറയുകയും ആശ്രയത്വ നിരക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമാക്കുക. ആൻസർ: തൊഴിൽ പങ്കാളിത്ത നിരക്ക് കുറയുന്നത് ഉൽപാദനക്കുറവിനും വരുമാനക്കുറവിനും കാരണമാകുന്നു. ആശ്രയത്വ നിരക്ക് വർദ്ധിക്കുന്നത് ആളോഹരി വരുമാനം കുറയുന്നതിന് ഇടയാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 22. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ഗണ്യമായ സംഭാവന ചെയ്യാൻ കഴിവുള്ളവരാണ് 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ. ഈ പ്രസ്താവന സാധൂകരിക്കുക. ആൻസർ: 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് തൊഴിലുള്ളവരും തൊഴിലന്വേഷകരും. ഈ വിഭാഗത്തെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ രാജ്യപുരോഗതി കൈവരിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 23. ഒരു ഭൂപ്രദേശത്തെ ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവ അവിടുത്തെ ജനസംഖ്യയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദമാക്കുക. അതിൽ ഉൾക്കൊള്ളിക്കേണ്ട പോയിന്റുകളാണ്: ജനനനിരക്ക് വർദ്ധിക്കുന്നു, മരണനിരക്ക് കുറയുന്നു, അങ്ങനെ ജനസംഖ്യ വർദ്ധിക്കുന്നു. ജനനനിരക്ക് കുറയുന്നു, മരണനിരക്ക് വർദ്ധിക്കുന്നു, അപ്പോൾ ജനസംഖ്യ കുറയുന്നു. ജനനനിരക്കും മരണനിരക്കും തുല്യമാകുമ്പോൾ ജനസംഖ്യയിൽ മാറ്റം വരുന്നില്ല. മൂലം ജനസംഖ്യ ഒരു പ്രദേശത്ത് വർദ്ധിക്കുന്നു, മറ്റൊരു പ്രദേശത്ത് കുറയുന്നു. ഈ പോയിന്റുകളെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ജനസംഖ്യാ പഠനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അതിൽ ഉൾക്കൊള്ളിക്കേണ്ട പ്രധാന പോയിന്റുകളാണ്: ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാൻ, പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ, രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയുവാൻ, ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്നറിയുവാൻ, സാമ്പത്തിക സാമൂഹിക വികസന നയങ്ങൾ രൂപീകരിക്കുവാൻ, ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുവാൻ. ഇവയിൽ ഏതെങ്കിലും 4 എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏജൻസി ഏത്? ആൻസർ: പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസ്.
ക്വസ്റ്റ്യൻ നമ്പർ 26. മാനവ വിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകളും ഗുണപരമായ സവിശേഷതകളും രണ്ടെണ്ണം വീതം എഴുതുക. ആൻസർ: ഗുണപരമായ സവിശേഷതകൾ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, പരിശീലനം, സാമൂഹിക മൂലധനം എന്നിവയും ഗുണപരമായ സവിശേഷതകൾ ജനസംഖ്യാ വലിപ്പം, ജനസംഖ്യാ വളർച്ച, ജനസാന്ദ്രത, ജനസംഖ്യാ ഘടന എന്നിവയുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. പദസൂര്യൻ പൂർത്തിയാക്കുക. മാനവശേഷി വികസന തലങ്ങളാണ് എഴുതേണ്ടത്. അതിലൊരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്: സ്ഥാപനങ്ങളും ഏജൻസികളും നൽകുന്ന സേവനങ്ങൾ. ബാക്കി പൂരിപ്പിക്കേണ്ട പോയിന്റുകളാണ്: വ്യക്തികളുടെ സ്വന്തം പരിശ്രമം, കുടുംബം ഒരുക്കുന്ന സാഹചര്യങ്ങൾ, രാഷ്ട്രം ഒരുക്കുന്ന സാഹചര്യങ്ങൾ. ഇതോടെ ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവസാനിച്ചു. നമുക്ക് എക്സാം ആകുമ്പോഴേക്കും ഞാൻ എല്ലാ പാഠത്തിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടാം. അതുവരേക്കും ബൈ.